നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തിയിട്ടും LDF, UDF മുന്നണികളിൽ സീറ്റ് വിഭജനത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മണ്ഡലമാണ് കുട്ടനാട്. 3 മുന്നണികളിലെയും ഘടകകക്ഷികളാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം UDF-ൽ അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞു. NCP-യിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യമൊക്കെ CPM-ൽ ഉയർന്നെങ്കിലും അതില്ല എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. കുട്ടനാട് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലൂടെ ഗ്രൗണ്ട് സീറോ. സമുദ്രനിരപ്പിനും താഴെയുള്ള മണ്ഡലമാണ് കുട്ടനാട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളുള്ള മനോഹരമായ കാഴ്ച. പക്ഷെ അതിൻ്റെ സുഖമൊന്നുമില്ല കുട്ടനാട്ടെ ജീവിതങ്ങൾക്ക്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന വെള്ളപ്പൊക്കം, സ്വപ്നങ്ങൾക്കുമേൽ മടപൊട്ടൽ, അങ്ങനെ പൊരുതി ജീവിക്കുന്ന ജനങ്ങൾ. കുട്ടനാട്ടെ രാഷ്ട്രീയത്തിനും അങ്ങനെ സ്ഥിരതയൊന്നുമില്ല. എങ്ങോട്ട് വേണമെങ്കിലും ചായാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരിക്കലും പ്രതിനിധി ഉണ്ടായിട്ടില്ലാത്ത കുട്ടനാട് 1982 മുതൽ 1/4 നൂറ്റാണ്ടോളം വിജയിച്ചത് ഡോക്ടർ KC ജോസഫ് ആയിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം ആദ്യ 2 വട്ടം വിജയിച്ചത് UDF-നൊപ്പവും അടുത്ത 3 തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പവും. 2006-ൽ UDF-ന്റെ ഭാഗമായി DIC സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാണ്ടി ഡോക്ടർ KC ജോസഫിന്റെ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ചു. 5381 വോട്ടുകൾക്കായിരുന്നു അട്ടിമറി. ഇതിനിടെ NCP വഴി LDF-ന്റെ ഭാഗമായി തോമസ് ചാണ്ടി. 2011-ൽ വീണ്ടും KC ജോസഫുമായി ഏറ്റുമുട്ടൽ. അപ്പോഴേക്കും കേരള കോൺഗ്രസ് ജോസഫ് മാണി ഗ്രൂപ്പിൽ ലയിച്ച് UDF-ലെത്തിയിരുന്നു. 7971 വോട്ടുകൾക്ക് തോമസ് ചാണ്ടി കുട്ടനാട് നിലനിർത്തി. 2016-ൽ LDF-നായി വീണ്ടും തോമസ് ചാണ്ടി കളത്തിലിറങ്ങി. കേരള കോൺഗ്രസ് എമ്മിനായി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 4891 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും തോമസ് ചാണ്ടിക്ക് ജയം. BDJS സ്ഥാനാർത്ഥിയായി എത്തിയ സുഭാഷ് വാസു NDAയുടെ വോട്ട് വിഹിതം ഒറ്റയടിക്ക് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനും ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. 2019 ഡിസംബർ 20-ന് തോമസ് ചാണ്ടി അന്തരിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. 2021-ൽ LDF-നായി മത്സരിച്ചത് തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് K. തോമസ്. കേരള കോൺഗ്രസ് ജോസഫിന്റെ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം തന്നെ എതിർപക്ഷത്ത്. കേരള കോൺഗ്രസ് എം ഇടതുപാളയത്തിലെത്തിയും ജോസഫ് ഗ്രൂപ്പ് UDF-ൽ തുടർന്നതിന്റെയും രാഷ്ട്രീയ മാറ്റമുണ്ടായി കുട്ടനാട്ടെ വോട്ടിംഗിൽ. 5516 വോട്ടുകൾക്ക് LDF മണ്ഡലം നിലനിർത്തി. NDAയുടെ വോട്ട് വിഹിതം പകുതിയായി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കുട്ടനാട് ഒരുങ്ങുമ്പോൾ മുന്നണികൾക്കുള്ളിൽ പ്രശ്നം, പാർട്ടികൾക്കുള്ളിൽ പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. നിലവിലെ MLA തോമസ് K. തോമസിനെതിരെ NCP-ക്കുള്ളിൽ പടയൊരുക്കം ശക്തമാണ്. അത് മുൻകൂട്ടി കണ്ട് കുട്ടനാട് താനും എലത്തൂരിൽ AK ശശീന്ദ്രനും സ്ഥാനാർത്ഥിയാകണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി തോമസ് K. തോമസ് തന്നെ പ്രഖ്യാപിച്ചു. സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIM-ൽ ശക്തമാണ്. NCP-ക്കാണ് കുട്ടനാടെങ്കിൽ തോമസ് K. തോമസ് തന്നെ വീണ്ടും ഇടതു സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. സ്ഥാനാർത്ഥി അവിടെ MLA എന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ നാടുകളിൽ വികസന പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ MLA എന്ന രൂപത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ആണെങ്കിൽ അയാൾ വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ. മാറാൻ സാധ്യതയില്ല, ചെയ്യാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഘടകകക്ഷികൾക്കെല്ലാം കൊടുത്തുള്ള സീറ്റുകളെ അവർ തന്നെ മത്സരിക്കുക എന്നുള്ളത്, അതൊന്ന് വെച്ച് മാറാനും മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇല്ല. UDF-ലും സ്ഥിതി അത്ര സുഖകരമല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കുട്ടനാട് ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ഇതോടെ ജോസഫ് ഗ്രൂപ്പ് ഇടഞ്ഞു. സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും അന്തിമ തീരുമാനം എടുക്കാനായിട്ടില്ല. പാർട്ടി വൈസ് ചെയർമാനും വ്യവസായിയുമായ റെജി ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ശ്രമം. ഇതിനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് അടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുട്ടനാട് ഏറ്റെടുക്കണമെന്ന സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ പ്രാദേശിക ഘടകങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ഞാൻ ഇത് ആദ്യം കേൾക്കുകയാണ് പെയ്ഡ് സീറ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു സീറ്റ് UDF-ലില്ല. അത് കേരള കോൺഗ്രസും സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റാണ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വം എന്താണോ നിലപാടെടുത്തിട്ടുള്ളത് ആ നിലപാട് UDF യോജിക്കും. ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാനാണ് കേരള കോൺഗ്രസ് മനോഭാവമെങ്കിൽ അത് നല്ലത് എന്ന് പറയാൻ കൂടെ മനസ്സുള്ള ആളാണ്. NDAക്ക് വേണ്ടി ഇക്കുറിയും BDJS സ്ഥാനാർത്ഥി തന്നെയായിരിക്കും കുട്ടനാട്ടിൽ. 2016-ൽ 33,044 വോട്ടുകൾ സമാഹരിക്കാൻ സ്ഥാനാർത്ഥിയായിരുന്ന സുഭാഷ് വാസുവിന് കഴിഞ്ഞിരുന്നു. പിന്നീട് പുറകോട്ടു പോയെങ്കിലും പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് NDA ക്യാമ്പിൽ. തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങണം എന്ന ആവശ്യം BDJS-ലുണ്ട്.
BDJS സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ശാന്തിയുടെ പേരും സജീവം. കുട്ടനാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അവിടെ നമുക്ക് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ജനപ്രതിനിധി. വോട്ട് ഷെയറിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ വർധനവ് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ സാഹചര്യം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കുട്ടനാടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളൊന്നും കുട്ടനാടിന്റെ സ്വഭാവം കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 871 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചത് UDF സ്ഥാനാർത്ഥിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 503 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ LDF-നായിരുന്നു മുൻതൂക്കം. 13 പഞ്ചായത്തുകളിൽ 8ലും വിജയിച്ചത് UDF. ഒരിടത്ത് 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തി. ആദ്യം മുന്നണിയിലെ പ്രശ്നങ്ങൾ, പിന്നെ പാർട്ടികളിലെ പ്രശ്നങ്ങൾ, അതെല്ലാം തീർത്ത് സ്ഥാനാർത്ഥി നിർണയം കഴിയും വരെ കുട്ടനാട് വാർത്തകളിൽ നിറഞ്ഞു തന്നെ നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.